അപ്പം നമ്മളൊരു ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കൊടുങ്കാട്ടിലാണ് ഇന്നത്തെ ഫിഷിങ്. ഓരോ കാൽവെപ്പിലും നമ്മളൊരു അപകടം പ്രതീക്ഷിച്ചിട്ടാണ്. കാരണം നമ്മൾ കാല് വയ്ക്കുന്ന സമയത്ത് ഈ ഇലകൾ ഒരടിയോളാണ് താന്നു പോകണം നമ്മുടെ കാല്. ചില സമയത്ത് കുഴിയിൽ വിടും. അപ്പം അങ്ങനെയൊക്കെ വളരെ അപകടം പിടിച്ചൊരു സ്ഥലം. പക്ഷെ നമ്മൾ മീൻ പിടിക്കാനുള്ളൊരു താല്പര്യം അതുകൊണ്ട് മാത്രമാണ് ഈ റിസ്ക്കൊക്കെ നമ്മൾ എടുക്കുന്നത്. സത്യത്തിൽ കൂടെ നമ്മുടെ ചങ്ങാതിയുണ്ട്. കണ്ടത് നിജം. ടോപ്പിൽ തന്നെ നിൽക്കണോ ഇപ്പം? കിട്ടി? കിട്ടിയെന്ന് തോന്നുന്നു. കരിമീൻ കിട്ടി. മുകളിൽ നിൽക്കണ്ടായിരുന്നു ടോപ്പിൽ. പോന്നാൽ മതി. ഇറങ്ങേണ്ടി വരും. എന്തൊക്കെ വള്ളികൾ വരണ്ട. ആ വള്ളീനെ വലിച്ചു പൊട്ടിക്കുന്ന ശക്തി ഉണ്ട് നമുക്ക്. ആണ്ടോ അടിക്കണേ അടിച്ചോ, അടിച്ചിട്ട് വലിക്കാം. കുഴപ്പമില്ല. സമയം തിരി അതുകൊണ്ട് മുകളിലെന്നാണ് നമുക്കൊരു പണി ഉണ്ടായിരുന്നില്ലേ. അടിക്കുക അത്രേ ഉള്ളൂ പണി. നീ വരണ്ട ആരെങ്കിലും? ഉണ്ട് ഇതിലിട്ടാൽ മതിയേ. ഇങ്ങനെ വന്നാൽ മതി ഇടയ്ക്കിടയ്ക്ക്. ഒരെണ്ണം അടിക്കുമ്പോൾ അടുത്തത്, അതടിക്കുമ്പോൾ അടുത്തത്. കല്ലെന്ന് അറിയില്ലല്ലോ വരും. ഉണ്ടേക്കണ്ട, ഉണ്ടേ പണിയാ. കൊണ്ടുപോകാൻ പറ്റില്ല. അടുത്തോട്ട് മാറിയല്ലടാന്ന് പറയാ. ഉണ്ടാ ഇവിടെ ഇറങ്ങിന്നു. ഇവിടെ ഇറങ്ങി ഇല്ലേ? ഇതിവിടെ ഇന്നലത്തെ കാട്ടി നല്ല ലൈറ്റുണ്ട് കേട്ടോ മോനെ. അല്ലല്ലേ അതേ മറ്റേത് തമ്മിൽ വ്യത്യാസം ഉണ്ടോ കുറച്ച്? എന്തായാലും ഇറങ്ങല്ലേ അങ്ങോട്ട്. പക്ഷെ ഇവിടെ ആഴം കുറവാടോ അല്ലേ? നോക്കി നോക്കാം അല്ലേ? എന്നാൽ നോക്കുക. ഇവിടെ ഞാത്താം. ഇവിടെ അടുത്ത അടിക്കാണ്ടിരിക്കാനല്ലേ വലുത് കാണാ. 2-3 നടക്കണം. അതോ നാളെ പോയി കേട്ടോ മേടിച്ച. നമ്മൾ പെട്ടെന്ന് പ്രതികരിച്ച അതെ ഇത്തിരി മുതിർന്ന് നടക്കുന്നുണ്ട്. ഇവിടെ നടക്കുന്നുണ്ട്. ഇങ്ങനെ അതെന്താ കോലാന കയ്യില് അനക്കം കണ്ടു. സ്പീഡൊക്കെ മതിയിട്ടൊക്കെ കിട്ടാം. ഉള്ളി വെയിറ്റുള്ള കാരണേ പോയാൽ ആ വഴിയിൽ മീനൊക്കെ കിട്ടും.
കുറേ നാൾ മുമ്പ് ഉണ്ടാക്കിയത്. നമ്മളൊരു കരിമീൻ ചേട്ടൻ മുമ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടാവില്ല, അപ്പം ഉണ്ടാക്കിയത്. പാളൊന്നുമില്ല. ഇതാ പേന കറക്റ്റ് ഇതിൽ നേരെ കയറാൻ ബുദ്ധി തോന്നുന്നു കേട്ടോ. അതില്ലേ ഇതിൽ വേണ്ട ഇത് ഒടിയോ ഈ മരം? ഒടിയോ? എത്തി. അയ്യോ, ഈ കരിയിലയിൽ ചവിട്ടുമ്പോഴേ പേടിയാവുക അല്ലേ? അതിൻ്റെ അടിയിൽ ആരാന്ന് പറയാൻ പറ്റില്ലേ. കരിയില ചതിയാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കടക്കാൻ പറ്റില്ല നമുക്ക്. ഈ സാധനം എൻ്റെ ചെവിയിൽ കുത്തി ഞാൻ ഒടിച്ച് വെച്ചിരിക്കണണ്ട. കണ്ടാ സാധനം ഇങ്ങനെ കിടന്നു ഒന്ന് കയറി ചെവിയിൽ. നമ്മ ഒടിച്ച് വെച്ചേ. കഴിഞ്ഞ ദിവസം നമ്മൾ മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോൾ ആ തണ്ട് നമ്മുടെ ചെവിക്കകത്ത് കുത്തി കയറി. ശ്രദ്ധിച്ചില്ല, ഇത് ഇടത്തോട്ട് നോക്കിയിട്ട് നടക്കണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ കർണവടം തുളച്ച് അകത്ത് പോയി എന്നാണ് എനിക്ക് തോന്നിയത്. അത്രയും വേദന ഉണ്ടായിരുന്നു, നിലവിളി വന്നു പുറത്തേക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കുറച്ചധികം നേരം മീൻ പിടിച്ചു. പക്ഷേ നമ്മുടെ എല്ലാ വീഡിയോ ഒന്നും എടുത്തില്ല. നമുക്ക് കുറച്ച് നേരം മീൻ കിട്ടാണ്ടായപ്പോൾ നമ്മൾ വീഡിയോ എടുക്കൽ നിർത്തി. പിന്നെ അതിന് ശേഷമാണ് കുറച്ച് വലിയ മീനൊക്കെ കിട്ടിയത്. അപ്പോൾ ഒരു 3-4 മീനെ ഇന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു മൊത്തം. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നിർത്തുകയാണ്. ബൈ.